സംഖ്യാപുസ്തകം 20 അധ്യായം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും 1 മാസം സീൻ മരുഭൂമിയിലെത്തി. ജനം കാദേശിൽ പാർത്തു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവിടെ അവളെ അടക്കം ചെയ്തു. ജനത്തിന് കുടിപ്പാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി. ജനം മോശയോട് കലഹിച്ചു. ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്ത്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. എന്നാറെ മോശയും അഹ്റോനും സഭയുടെ മുമ്പിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണു വീണു. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. യഹോവ മോശയോട്, നിന്റെ വടി എടുത്ത് നീയും സഹോദരനായ അഹ്റോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാൺകെ പാറയോട് കൽപ്പിക്കാം, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹ്റോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോടും അഹ്റോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുകെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഈ ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. ഇത് ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവർ അവരിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം. അനന്തരം മോശ കാദേശിൽ നിന്ന് ഏദോം രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറയിച്ചത്, നിന്റെ സഹോദരനായ ഇസ്രായേൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെ നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ പോയി ഏറിയ കാലം പാർത്തു. മിസ്രയീമ്യർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു. ഞങ്ങൾ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ ഞങ്ങളുടെ നിലവിളി കേട്ടു. ഒരു ദൂതനെ അയച്ചു ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. ഞങ്ങൾ നിന്റെ അതിരിങ്കലുള്ള പട്ടണമായ കാദേശിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ നിരദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലോ മുന്തിരിത്തോട്ടത്തിലോ കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ രാജപാതയിൽ കൂടി തന്നെ നടക്കും. നിന്റെ അതിർ കഴിയും വരെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരികുകയുമില്ല. ഏതും അവനോട്, നീ എൻ്റെ നാട്ടിൽ കൂടി കടക്കരുത്, കടന്നാൽ ഞാൻ വാളുമായി നിന്റെ നേരെ പുറപ്പെടും എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ മക്കൾ അവനോട്, ഞങ്ങൾ പെരുവഴിയിൽ കൂടി പൊയ്ക്കൊള്ളാം. ഞാനും എൻ്റെ കന്നുകാലിയും നിന്റെ വെള്ളം കുടിച്ചു പോയാൽ അതിൻ്റെ വില തരാം. കാൽനടയായി കടന്നു പോകണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അതിനവൻ, നീ കടന്നു പോകരുത് എന്ന് പറഞ്ഞു. ഏദോം ബഹുസൈന്യത്തോടും ബലമുള്ള കൈയോടും കൂടെ അവന്റെ നേരെ പുറപ്പെട്ടു. ഇങ്ങനെ ഏദോം തന്റെ അതിരിൽ കൂടി കടന്നു പോകുവാൻ ഇസ്രായേലിനെ സമ്മതിച്ചില്ല. ഇസ്രായേൽ അവനെ വിട്ട് ഒഴിഞ്ഞുപോയി. പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഹോർ പർവ്വതത്തിൽ എത്തി. ഏദോം ദേശത്തിന്റെ അതിരിങ്കലുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോടും അഹ്റോനോടും അരുളി ചെയ്തത്, അഹ്റോൻ തന്റെ ജനത്തോട് ചേരും. കലഹജലത്തിങ്കൽ നിങ്ങൾ എൻ്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല. അഹ്റോനെയും അവന്റെ മകനായ എലയാസറിനെയും കൂട്ടി അവരെ ഹോർ പർവ്വതത്തിൽ കൊണ്ടുചെന്ന് അഹ്റോന്റെ വസ്ത്രം ഊരി അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിക്കണം. അഹ്റോൻ അവിടെ വെച്ച് മരിച്ച് തന്റെ ജനത്തോട് ചേരും. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സർവ്വസഭയും കാണുകെ അവർ ഹോർ പർവ്വതത്തിൽ കയറി. മോശ അഹ്റോന്റെ വസ്ത്രമൂരി അവന്റെ മകനായ എലയാസറിനെ ധരിപ്പിച്ചു. അഹ്റോൻ അവിടെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരിച്ചു. മോശയും എലയാസരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അഹ്റോൻ മരിച്ചുപോയി എന്ന് സഭയെല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും അഹ്റോനെ കുറിച്ച് 30 ദിവസം വിലാപിച്ചുകൊണ്ടിരുന്നു. സംഖ്യാപുസ്തകം 21 അധ്യായം. ഇസ്രായേൽ അധാരീം വഴിയായി വരുന്നു എന്ന് തെക്കേ ദേശത്ത് വസിച്ചിരുന്ന
കനാന്യനായ ആരാധ രാജാവ് കേട്ടപ്പോൾ അവൻ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങി ചിലരെ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇസ്രായേൽ യഹോവയ്ക്കൊരു നേർച്ച നേർന്നു, ഈ ജനത്തെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ ഞാൻ അവരുടെ പട്ടണങ്ങൾ ശപഥാർപ്പിതമായി നശിപ്പിക്കും എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിന്റെ അപേക്ഷ കേട്ടു, കനാന്യരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെയും അവരുടെ പട്ടണങ്ങളെയും ശപഥാർപ്പിതമായി നശിപ്പിച്ചു. ആ സ്ഥലത്തിന് ഹോർമ എന്നു പേരായി. പിന്നെ അവർ ഏദോം ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമില്ല, വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ഇസ്രായേലിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് സൂര്യോദയത്തിന് നേരെ മോവാബിന്റെ കിഴക്കുള്ള മരുഭൂമിയിൽ ഈയെ അബാരീമിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് സാരേത് താഴ്വരയിൽ പാളയമിറങ്ങി. അവിടെ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ ദേശത്തു നിന്ന് ഉത്ഭവിച്ച് മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന അർണോൻ തോട്ടിനരികെ പാളയമിറങ്ങി. അർണോൻ മോവാബിനും അമോര്യർക്കും മധ്യേ മോവാബിനുള്ള അതിരാകുന്നു. അതുകൊണ്ട് സൂഫയിലെ വാഹീബും അർണോൻ താഴ്വരകളും ആരിന്റെ നിവാസത്തോളം നീണ്ടു. മോവാബിന്റെ അതിരോട് ചാഞ്ഞിരിക്കുന്ന താഴ്വര ചരിവ് എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട്, ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അതുതന്നെ. ആ സമയത്ത് ഇസ്രായേൽ, കിണറെ പൊങ്ങിവ, അതിന് പാടുവിൻ. പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൊണ്ടും കുത്തിയ കിണർ എന്നുള്ള പാട്ടുപാടി. പിന്നെ അവർ മരുഭൂമിയിൽ നിന്ന് മദ്ധാനയും, മദ്ധാനയിൽ നിന്ന് നഹലിയേലിനെയും, നഹലിയിൽ നിന്ന് ബാമൂത്തിനും, ബാമൂത്തിൽ നിന്ന് മോവാബിലെ പ്രദേശത്തുള്ള താഴ്വരയിലേക്കും മരുഭൂമിക്കെതിരെയുള്ള പിസ്ക മുകളിലേക്കും യാത്ര ചെയ്തു. അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യരുടെ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയില്ല. ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജപാതയിൽ കൂടി തന്നെ പൊയ്ക്കൊള്ളാം എന്ന് പറയിച്ചു. എന്നാൽ സീഹോൻ തൻ്റെ ദേശത്തുകൂടി ഇസ്രായേൽ കടന്നു പോകാൻ സമ്മതിക്കാതെ തൻ്റെ ജനത്തെയെല്ലാം ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിന് നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവൻ യാഹാസിൽ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ അവനെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടി. അർണോൻ മുതൽ യഗ്ബോക്ക് വരെ അമ്മോന്യരുടെ അതിർ വരെയും ഉള്ള അവന്റെ ദേശത്തെ കൈവശമാക്കി. അമ്മോന്യരുടെ അതിരോ ഉറപ്പുള്ളത് ആയിരുന്നു. ഈ പട്ടണങ്ങളെല്ലാം ഇസ്രായേൽ പിടിച്ചു. അങ്ങനെ ഇസ്രായേൽ അമ്മോന്യരുടെ എല്ലാ പട്ടണങ്ങളിലും കുടിപ്പാർത്തു, ഹെഷ്ബോനിലും അതിന്റെ സകല ഗ്രാമങ്ങളിലും തന്നെ. ഹെഷ്ബോൻ അമോര്യരുടെ രാജാവായ സീഹോന്റെ നഗരം ആയിരുന്നു. അവൻ മുമ്പിലത്തെ മോവാബ് രാജാവിനോട് പടയെടുത്ത് അർണോൻ വരെ ഉള്ള അവരുടെ ദേശമൊക്കെയും അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിരുന്നു. അതുകൊണ്ട് കവിവരന്മാർ പറയുന്നത്, ഹെഷ്ബോനിൽ വരുവിൻ, സീഹോന്റെ നഗരം പണിതുറപ്പിക്കട്ടെ. ഹെഷ്ബോനിൽ നിന്ന് തീയും സിയോന്റെ നഗരത്തിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ട് മോവാബിലെ ആരിനെയും അർണോൻ തീരത്തെ ഗിരിനിവാസങ്ങളെയും ദഹിപ്പിച്ചു. മോവാബേ, നിനക്ക് ഹാ കഷ്ടം! കേമോരിന്റെ ജനമേ, നീ മുടിഞ്ഞിരിക്കുന്നു. അവൻ തൻ്റെ പുത്രന്മാരെ
പലായനത്തിനും പുത്രിമാരെ അമോരി രാജാവായ സീഹോന് അടിമയായും കൊടുത്തു. ഞങ്ങൾ അവരെ അമ്പെയ്തു. ദീബോൻ വരെ ഹെഷ്ബോൻ നശിപ്പിച്ചു. മെദബ വരെയുള്ള നോഫയോളം അവരെ ശൂന്യമാക്കി. ഇങ്ങനെ ഇസ്രയേൽ അമോര്യരുടെ ദേശത്ത് കുടിപാർത്തു. അനന്തരം മോശ യാസേറിനെ ഒറ്റുനോക്കുവാൻ ആളയച്ചു. അവർ അതിൻ്റെ ഗ്രാമങ്ങളെ പിടിച്ച് അവിടെയുള്ള അമോര്യരെ ഓടിച്ചു കളഞ്ഞു. പിന്നെ അവർ തിരിഞ്ഞു ബാഷാൻ വഴിയായി പോയി. ബാഷാൻ രാജാവായ ഓഗ് തൻ്റെ സകല ജനവുമായി അവരുടെ നേരെ പുറപ്പെട്ടു. എദ്രയിൽ വെച്ച് പടയേറ്റു. അപ്പോൾ യഹോവ മോശയോട്, അവനെ ഭയപ്പെടേണ്ട, അവനെയും അവൻ്റെ സകല ജനത്തെയും അവൻ്റെ ദേശത്തെയും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഹെഷ്ബോനിൽ പാർത്ത അമോരി രാജാവായ സീഹോനോട് ചെയ്തതുപോലെ അവനോടും ചെയ്യും എന്നരുളി ചെയ്തു. അങ്ങനെ അവർ അവനെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ സകല ജനത്തെയും ഒട്ടൊഴിയാതെ സംഹരിച്ചു. അവരുടെ ദേശത്തെ കൈവശമാക്കുകയും ചെയ്തു. സംഖ്യാപുസ്തകം 22-ാം അധ്യായം. ഇസ്രയേൽ മക്കൾ യാത്ര പുറപ്പെട്ട് എരിഹോവിൻ്റെ സമീപത്ത് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രയേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നതുകൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രയേൽ മക്കളെക്കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാനി മൂപ്പന്മാരോട്, കാള വയലിലെ പുല്ലു നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയും എന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് ആയിരുന്നു. അവൻ ബെയോരിൻ്റെ മകനായ ബിലയാമിനെ വിളിപ്പാൻ അവൻ്റെ സ്വജാതിക്കാരുടെ ദേശത്ത് നദീതീരത്തുള്ള പെദോരിലേക്ക് ദൂതന്മാരെ അയച്ചു. ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ഭൂതലത്തെ മൂടിയിരിക്കുന്നു. അവർ എനിക്കെതിരെ പാർക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ. അവർ എന്നേക്കാൾ ഏറ്റവും ബലവാന്മാരായിരിക്കൊണ്ട്, പക്ഷേ അവരെ തോൽപ്പിച്ചു ദേശത്തു നിന്ന് ഓടിച്ചു കളവാൻ എനിക്ക് കഴിവുണ്ടാകുമായിരിക്കും. നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയിച്ചു. മോവാബി മൂപ്പന്മാരും മിദ്യാനി മൂപ്പന്മാരും കൂടി കയ്യിൽ പ്രശ്നദക്ഷിണയുമായി ബിലയാമിൻ്റെ അടുക്കൽ ചെന്നു. ബാലാക്കിൻ്റെ വാക്കുകളെ അവനോട് പറഞ്ഞു. അവൻ അവരോട്, ഇന്ന് രാത്രി ഇവിടെ പാർപ്പിൻ. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം എന്ന് പറഞ്ഞു. മോവാബി പ്രഭുക്കന്മാർ ബിലയാമിനോട് കൂടെ പാർത്തു. ദൈവം ബിലയാമിൻ്റെ അടുക്കൽ വന്ന്, നിന്നോടുകൂടെയുള്ള ഈ മനുഷ്യർ ആരെന്ന് ചോദിച്ചു. ബിലയാം ദൈവത്തോട്, ഒരു ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വന്ന് ഭൂതലത്തെ മൂടിയിരിക്കുന്നു. നീ വന്ന് എനിക്ക് വേണ്ടി അവരെ ശപിക്കണം. പക്ഷേ അവരോട് യുദ്ധം ചെയ്ത് അവരെ ഓടിച്ചു കളവാൻ എനിക്ക് കഴിയും എന്നിങ്ങനെ മോവാബ് രാജാവായ സിപ്പോറിൻ്റെ മകനായ ബാലാക്ക് എൻ്റെ അടുക്കൽ പറഞ്ഞയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം ബിലയാമിനോട്, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കുകയുമരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു എന്ന് പറഞ്ഞു. ബിലയാം രാവിലെ എഴുന്നേറ്റ് ബാലാക്കിൻ്റെ പ്രഭുക്കന്മാരോട്, നിങ്ങളുടെ ദേശത്തേക്ക് പോകുവിൻ, നിങ്ങളോടുകൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല എന്ന് പറഞ്ഞു. മോവാബി പ്രഭുക്കന്മാർ പുറപ്പെട്ട് ബാലാക്കിൻ്റെ അടുക്കൽ ചെന്നു. ബിലയാമിന് ഞങ്ങളോടുകൂടെ വരുവാൻ മനസ്സില്ല എന്ന് പറഞ്ഞു. ബാലാക്ക് വീണ്ടും അവരെക്കാൾ മാന്യരായ അധികം പ്രഭുക്കന്മാരെ അയച്ചു. അവർ ബിലയാമിൻ്റെ അടുക്കൽ വന്ന് അവനോട്, എൻ്റെ അടുക്കൽ വരുന്നതിന് മുടക്കമൊന്നും പറയരുതേ, ഞാൻ നിന്നെ ഏറ്റവും ബഹുമാനിക്കും. നീ എന്നോട് പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം. വന്ന് എനിക്ക് വേണ്ടി ഈ ജനത്തെ ശപിക്കണമേ എന്ന് സിപ്പോരിൻ്റെ മകനായ ബാലാക്ക് പറയുന്നു എന്ന് പറഞ്ഞു. ബിലയാം ബാലാക്കിൻ്റെ ഭൃത്യന്മാരോട്, ബാലാക്ക് തൻ്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും എനിക്ക് തന്നാലും എൻ്റെ ദൈവമായ യഹോവയുടെ കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുന്നതല്ല. ആകയാൽ യഹോവ ഇനിയും എന്നോട് എന്തരുളി ചെയ്യും എന്ന് ഞാൻ അറിയട്ടെ. നിങ്ങളും ഈ രാത്രി ഇവിടെ പാർപ്പിൻ എന്ന് പറഞ്ഞു. രാത്രിയിൽ ദൈവം ബിലയാമിൻ്റെ അടുക്കൽ വന്നു. ഇവർ നിന്നെ വിളിപ്പാൻ വന്നിരിക്കുന്നുവെങ്കിൽ പുറപ്പെട്ട് അവരോടുകൂടെ പോക. എന്നാൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന കാര്യം മാത്രമേ ചെയ്യാവൂ എന്ന് കൽപ്പിച്ചു. ബിലയാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് മോവാബി പ്രഭുക്കന്മാരോട് കൂടെ പോയി. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന് കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന് 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരി പിടിച്ചും കൊണ്ട് വഴിയിൽ നിൽക്കുന്നത് കഴുത കണ്ടു. കഴുത
വഴിയിൽ നിന്ന് മാറി വയലിലേക്ക് പോയി. കഴുതയെ വഴിയിലേക്ക് തിരിക്കേണ്ടതിന് ബിലെയാം അതിനെ അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ ഇരുപുറവും മതിലുള്ള മുന്തിരിത്തോട്ടങ്ങളുടെ ഇടുക്കുവഴിയിൽ നിന്നു. കഴുത യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ മതിലരികെ ഒതുങ്ങി ബിലെയാമിന്റെ കാൽ മതിലോട് ചേർത്ത് ഞെക്കി. അവൻ അതിനെ വീണ്ടും അടിച്ചു. പിന്നെ യഹോവയുടെ ദൂതൻ മുമ്പോട്ട് ചെന്ന് ഇടത്തോട്ടും വലത്തോട്ടും മാറുവാൻ വഴിയില്ലാത്ത ഒരു ഇടുക്കുഴിയിൽ നിന്നു. യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ കഴുത ബിലെയാമിന്റെ കീഴെ കിടന്നു കളഞ്ഞു. ബിലെയാമിന്റെ കോപം ജ്വലിച്ചു. അവൻ കഴുതയെ വടികൊണ്ടടിച്ചു. അപ്പോൾ യഹോവ കഴുതയുടെ വായ് തുറന്നു. അത് ബിലെയാമിനോട്, നീ എന്നെ ഈ 3 പ്രാവശ്യം അടിപ്പാൻ ഞാൻ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. ബിലെയാം കഴുതയോട്, നീ എന്നെ കളിയാക്കിയത് കൊണ്ടത്രേ. എൻ്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുമായിരുന്നു എന്ന് പറഞ്ഞു. കഴുത ബിലെയാമിനോട്, ഞാൻ നിന്റെ കഴുതയല്ലയോ? ഇക്കാലമൊക്കെയും എൻ്റെ പുറത്തല്ലയോ നീ കയറി നടന്നത്? ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ നിന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യഹോവയുടെ ദൂതൻ അവനോട്, ഈ 3 പ്രാവശ്യം നീ കഴുതയെ അടിച്ചതെന്ത്? ഇതാ, ഞാൻ നിനക്ക് പ്രതിയോഗിയായി പുറപ്പെട്ടിരിക്കുന്നു. നിന്റെ വഴി നാശകരമെന്ന് ഞാൻ കാണുന്നു. കഴുത എന്നെ കണ്ട് ഈ 3 പ്രാവശ്യം എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയി. അത് മാറിപ്പോയിരുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ നിന്നെ കൊന്നുകളയുകയും അതിനെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ബിലെയാം യഹോവയുടെ ദൂതനോട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. നീ എനിക്ക് എതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് നിനക്ക് അനിഷ്ടമെന്ന് വരികിൽ ഞാൻ മടങ്ങിപ്പൊയ്ക്കൊള്ളുകാം എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ ബിലെയാമിനോട്, ഇവരോടുകൂടെ പോക, എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിന്റെ പ്രഭുക്കന്മാരോട് കൂടെ പോവുകയും ചെയ്തു. ബിലെയാം വരുന്നുവെന്ന് ബാലാക്ക് കേട്ടപ്പോൾ അർണോൻ തീരത്ത് ദേശത്തിന്റെ അതിരിലുള്ള ഈർ മോവാബ് വരെ അവനെ എതിരേറ്റു ചെന്നു. ബാലാക്ക് ബിലെയാമിനോട്, ഞാൻ നിന്നെ വിളിപ്പാൻ ആളയച്ചില്ലയോ? നീ വരാതിരുന്നത് എന്ത്? നിന്നെ ബഹുമാനിപ്പാൻ എനിക്ക് കഴിയുകയില്ലയോ എന്ന് പറഞ്ഞതിന് ബിലെയാം ബാലാക്കിനോട്, ഞാൻ വന്നിരിക്കുന്നുവല്ലോ, എന്നാൽ എന്തെങ്കിലും പറവാൻ എനിക്ക് കഴിയുമോ? ദൈവം എൻ്റെ നാവിന്മേൽ ആക്കിത്തരുന്ന വചനമേ ഞാൻ പ്രസ്താവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബിലെയാം ബാലാക്കിനോട് കൂടെ പോയി. അവർ കിരിയത്ത് ഹൂസോത്തിലെത്തി. ബാലാക്ക് കാളകളെയും ആടുകളെയും അറുത്ത് ബിലെയാമിനും അവനോട് കൂടെയുള്ള പ്രഭുക്കന്മാർക്കും കൊടുത്തയച്ചു. പിറ്റേന്നാൾ ബാലാക്ക് ബിലെയാമിനെ ബാമോത്ത് ബാലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് അവൻ ജനത്തിൻ്റെ ഒരു അറ്റം കണ്ടു. സംഖ്യാപുസ്തകം 23-ാം അധ്യായം. അനന്തരം ബിലെയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലെയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ബാലാക്കും ബിലെയാമും ഓരോ പീഠത്തിന്മേലും 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ ബിലെയാം ബാലാക്കിനോട്, നിന്റെ ഹോമയാഗത്തിന്റെ അടുക്കൽ നിൽക്ക, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പക്ഷേ യഹോവ എനിക്ക് പ്രത്യക്ഷനാകും. അവൻ എന്നെ ദർശിക്കുന്നത് ഞാൻ നിന്നോട് അറിയിക്കും എന്ന് പറഞ്ഞു. കുന്നിന്മേൽ കയറി. ദൈവം ബിലെയാമിന് പ്രത്യക്ഷനായി. ബിലെയാം അവനോട്, ഞാൻ 7 പീഠമൊരുക്കി ഓരോ പീഠത്തിന്മേൽ 1 കാളയെയും 1 ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ യഹോവ ഒരു വചനം ബിലെയാമിന്റെ നാവിന്മേലാക്കി കൊടുത്തു. നീ ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറയണം എന്ന് കൽപ്പിച്ചു. അവൻ അവൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്നു. അവനും മോവാബി പ്രഭുക്കന്മാരെല്ലാവരും ഹോമയാഗത്തിന്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്ക് എന്നെ അരാമിൽ നിന്നും മോവാബ് രാജാവ് പൂർവ്വപർവ്വതങ്ങളിൽ നിന്നും വരുത്തി. ചെന്ന് യാക്കോബിനെ ശപിക്ക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറഞ്ഞു. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ, തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യാക്കോബിന്റെ ധൂളിയെ ആർക്കെണ്ണാം? ഇസ്രായേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെയാകട്ടെ. ബാലാക്ക് ബിലെയാമിനോട്,
നീ എന്നോട് ഈ ചെയ്തത് എന്ത്? എൻ്റെ ശത്രുക്കളെ ശപിപ്പാനല്ലോ ഞാൻ നിന്നെ വരുത്തിയത്. നീയോ അവരെ അനുഗ്രഹിക്കുക അത്ര ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, യഹോവ എൻ്റെ നാവിന്മേൽ തന്നത് പറവാൻ ഞാൻ ശ്രദ്ധിക്കേണ്ടായോ എന്നുത്തരം പറഞ്ഞു. ബാലാക്ക് അവനോട്, നീ അവരെ മറ്റൊരു സ്ഥലത്തു നിന്ന് കാണേണ്ടതിന് എന്നോട് കൂടെ വരിക. എന്നാൽ അവരുടെ ഒരറ്റം മാത്രമല്ലാതെ എല്ലാവരെയും കാണുകയില്ല. അവിടെ നിന്ന് അവരെ ശപിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പിസ്ഗ കൊടുമുടിയിൽ സോഫീം എന്ന മുകൾ പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയി. 7 യാഗപീഠം പണിത് ഓരോ യാഗപീഠത്തിന്മേൽ ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. പിന്നെ അവൻ ബാലാക്കിനോട്, ഇവിടെ നിന്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിൽക്കാം, ഞാൻ അങ്ങോട്ട് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. യഹോവ ബിലെയാമിന് പ്രത്യക്ഷനായി അവൻ്റെ നാവിന്മേൽ ഒരു വചനം കൊടുത്തു. ബാലാക്കിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറക എന്ന് കൽപ്പിച്ചു. അവൻ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവൻ മോവാബി പ്രഭുക്കന്മാരോട് കൂടെ തൻ്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ ബാലാക്ക് അവനോട്, യഹോവ എന്ത് അരുളി ചെയ്തു എന്ന് ചോദിച്ചു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്കെ, എഴുന്നേറ്റ് കേൾക്ക, സിപ്പോരിൻ്റെ പുത്ര, എനിക്ക് ചെവി തരിക. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറച്ചുകൂടാ. യാക്കോബിൽ തിന്മ കാൺമാനില്ല, ഇസ്രയേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെയിരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേയുണ്ട്. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രയേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രയേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ഇതാ, ജനം സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസിംഹത്തെപ്പോലെ തെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇര പിടിച്ച് തിന്നാതെയും നിഹതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കയില്ല. അപ്പോൾ ബാലാക്ക് ബിലെയാമിനോട്, അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. ബിലെയാം ബാലാക്കിനോട്, യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞാൻ ചെയ്യും എന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്നുത്തരം പറഞ്ഞു. ബാലാക്ക് ബിലെയാമിനോട്, വരിക, ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് നീ എനിക്ക് വേണ്ടി അവരെ ശപിപ്പാൻ ദൈവത്തിന് പക്ഷെ സമ്മതമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ബാലാക്ക് ബിലെയാമിനെ മരുഭൂമിക്ക് എതിരെയുള്ള പെയോർ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ബിലെയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലെയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ഓരോ യാഗപീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു.